ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിരഞ്ജൻ എന്ന പേര് പുറത്തേക്ക് തുപ്പാൻ ബന്ധപ്പെടുന്ന നിങ്ങളുടെ നാവ് പിഴുതെടുത്തിരിക്കും ഈ വിക്രം. സമുന്നതനായ രാഷ്ട്രീയ നേതാവ് കരുണാകരക്കുറുപ്പ് ലക്ഷങ്ങൾ സ്ത്രീധനം ചോദിച്ചിരിക്കുന്നു. ഗുരുതരമായ ക്രിമിനൽ കുറ്റം. അത് കുറുപ്പിൽ അടിച്ചേൽപ്പിച്ച മരുമകളുമായിട്ടായിരുന്നല്ലോ അമ്മായിയമ്മയുടെ ചർച്ച. അപ്പൊ സ്ത്രീധനം എന്ന വാക്ക് പറയുന്നത് സ്വാഭാവികമല്ലേ? വന്ദന എന്നോട് സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാര്യം, ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു പെണ്ണിന് മാത്രമേ അറിയാൻ കഴിയൂ. അതെ, വന്ദന പറഞ്ഞ സത്യമെന്താ അതെനിക്ക് അറിയണം. ആ, എനിക്കും അതറിയണം. എന്താ ആ ശാപം പിടിച്ചവള് പറഞ്ഞ സത്യം? നാത്തൂന് അതറിയാതെ ഇരിക്കപ്പുറതി ഇല്ല അല്ലേ? അത് പിന്നെ എനിക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ലല്ലോ. എന്റെ സഹോദരനെ പ്രതികൂലമായി ബാധിക്കുന്ന സത്യം എന്താണെന്ന് എനിക്കറിയണ്ടേ? ഏതെങ്കിലും ഒരുത്തി ഒരുക്കുന്ന ചതിക്കുഴിയിൽ നിന്ന് എനിക്ക് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. സത്യം എന്നായാലും ശക്തിയോടെ പുറത്തേക്ക് വരുമെന്ന് നാത്തൂൻ മറക്കരുത്. എന്തൊക്കെ ഭ്രാന്ത ഇവള് വിളിച്ചു പറയുന്നേ? കരുണാകര, നിന്നെ തകർക്കാൻ നിന്റെ ഭാര്യയെ കൂട്ടുപിടിച്ച് മറ്റെന്തോ തന്ത്രം മെനയുക ആ അതിബുദ്ധിമതിയായ വന്ദന. നീ നിന്റെ ഭാര്യയെ വിശ്വസിച്ചാലും ഒരിക്കലും അവളെ വിശ്വസിക്കരുത്. അറിയാൻ ചേച്ചി, ഈ കുറുപ്പ് ആരാ മോൻ? വന്ദനയുടെ ഓരോ തന്ത്രങ്ങളും പൊളിച്ചടുക്കി അവളെ തകർക്കാതെ ഇനി എനിക്ക് വിശ്രമമില്ല. മുത്തശ്ശി, മുത്തശ്ശി, മരണത്തിന് പോലും വേണ്ടാത്ത പടുകഴിവി തള്ളേ. പലതവണ കൊന്നു തള്ളാൻ ശ്രമിച്ചപ്പോഴും നിങ്ങള് രക്ഷപ്പെട്ടു. എനിക്കെതിരെ തെളിവുകൾ നൽകാൻ ജീവശ്വാസമായി കാത്തു കിടക്കുകയാണല്ലേ? വിക്രമിന്റെ മുഖം മൂടി പിച്ചി ചീന്തി നിയമത്തിന്റെ കയ്യിലേക്ക് എന്നെ വലിച്ചെറിയാൻ അവസരം പാർത്തു കിടക്കുന്ന ശാപം പിടിച്ച ജന്മം. എന്റെ വിധി നിങ്ങളെ കുറിക്കും മുമ്പേ നിങ്ങളുടെ വിധി എന്റെ കോടതി വിധിച്ചിരിക്കും. കൊലപാതകം. നിരഞ്ജന്റെ കൊലപാതകം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ടുണ്ടായ ഒരു കയ്യബദ്ധം. അതിനെ കൊലപാതകമായി കണ്ട് വെളിപ്പെടുത്താൻ വെമ്പല് കൊള്ളുന്ന നിങ്ങളുടെ നാവ്. അതിന് ശബ്ദമുണ്ടായി തുടങ്ങി. നിരഞ്ജൻ എന്ന പേര് പുറത്തേക്ക് തുപ്പാൻ ബന്ധപ്പെടുന്ന നിങ്ങളുടെ നാവ് പിഴുതെടുത്തിരിക്കും ഈ വിക്രം.
നന്നാകാൻ അനുവദിക്കാതെ നിയമത്തെ മുറുകെ പിടിക്കുന്ന രാക്ഷസി. വിക്രമിന്റെ അവസാന കൊലപാതകത്തിന്റെ ഇര നിങ്ങളായി പോയതിൽ മാപ്പ്. അയ്യോ ജഗ 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 എണീക്ക് ജഗ. അച്ഛമ്മേ 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 അച്ഛമ്മക്ക് എന്താ പറ്റിയേ? അച്ഛമ്മ എന്താ പ്രശ്നം? അച്ഛമ്മേ അച്ഛമ്മേ എന്താ അച്ഛമ്മ എന്താ പറ്റിയത്? ആരെയാ നോക്കുന്നത് അച്ഛമ്മേ? അല്ല, അത് അച്ഛമ്മയ്ക്ക് ആരെയാ കാണേണ്ടത്? അച്ഛമ്മ എന്താ പ്രശ്നം? അച്ഛമ്മ ജഗനും വന്ദനയുമാ. അച്ഛമ്മേ ഒന്നും ഭയക്കാതെ പറ. അച്ഛമ്മയ്ക്ക് എന്താ വേണ്ടത്? ജഗ വെള്ളം വെള്ളം ചോദിക്കുന്നു. ആ ഒരു മിനിറ്റ്. അച്ഛമ്മേ വേഗം തന്നെ. അച്ഛമ്മേ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വിക്രം 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 വിക്രം. അച്ഛമ്മേ വിക്രം ഇവിടെ ഇല്ല. അച്ഛമ്മ വിക്രത്തെയാണോ പേടിക്കുന്നത്? മാനത്തെ കൊട്ട